നിങ്ങളെ ഒരു എക്സാം എഴുതാൻ വിളിക്കുകയാണ്. എക്സാം എഴുതി പാസ്സായാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയിൽ ജോലി കിട്ടും. നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ 80 മിനിറ്റ് സമയമാണുള്ളത്. കൂടെ 7 കാൻഡിഡേറ്റ്സും ഉണ്ട്. ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇല്ല എന്നുള്ളതാണ്. 30 Days 30 Films Part 13. എക്സാമിനെ പേടിയില്ലാത്തവർ കുറവായിരിക്കും. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിലെ എക്സാം എഴുതുന്നവരുടെ അവസ്ഥ കണ്ട് നമ്മുടെ പേടിയൊക്കെ പോകും. കാരണം ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു എക്സാമാണ് ഇവർ അറ്റൻഡ് ചെയ്യുന്നത്. പല ക്യാരക്ടേഴ്സുള്ള 8 കാൻഡിഡേറ്റ്സ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായി വരുന്നു. ഇൻവിജിലേറ്റർ എക്സാം ഹാളിലേക്ക് വന്നിട്ട് 3 റൂൾസ് പറയുന്നു. 1. ക്വസ്റ്റ്യൻ പേപ്പർ സ്പോയിൽ ചെയ്യാൻ പാടില്ല. 2. ഈ റൂം വിട്ട് പുറത്തു പോകാൻ പാടില്ല. 3. തന്നോടോ ഗാർഡിനോടോ സംസാരിക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ഇൻവിജിലേറ്റർ പുറത്തേക്ക് പോകുന്നു. സിനിമ മുന്നോട്ട് പോകുമ്പോൾ ആ റൂമിലുള്ള 8 പേരും ആ ചോദ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു. ആദ്യമൊക്കെ പരസ്പര ധാരണയോടെ നിന്ന ആളുകൾ പിന്നെ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറിൽ വരുന്ന ഈ സിനിമ ഒരു നെയിൽ ബൈറ്റിംഗ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. സിംഗിൾ റൂമിലാണ് ഷൂട്ട് ചെയ്തതെങ്കിലും ഒരു സെക്കൻഡ് പോലും മടുപ്പുണ്ടാക്കാതെ എൻഗേജിംഗ് ആയിട്ട് നിർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഫിലിം എക്സാം. ഫോളോ ഫോർ മോർ.